നിങ്ങൾ ക്വാളിറ്റി നോക്കിയാണ് വാഹനം മേടിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ബെസ്റ്റ് ഓപ്ഷനിൽ നല്ലൊരു വണ്ടിയായിട്ടാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിലേക്ക് വന്നേക്കുന്നത്. 2016 വരുന്ന മാനുവൽ ട്രാൻസ്മിഷനിൽ വരുന്ന വി ഓപ്ഷനിൽ വരുന്ന നല്ലൊരു ക്വാളിറ്റി ആയിട്ടുള്ള വാഹനമാണ്. അത് സിൽവർ കളറ്, ഫ്രണ്ട് ഗ്ലാസ് അടക്കം വണ്ടിക്ക് ഒറിജിനലാണ്. എന്ന് വെച്ചാൽ ഫ്രണ്ട് ഗ്ലാസ് എന്ന് എടുത്ത് പറയാനുള്ള കാരണം ചില വണ്ടികളിലെ ചേഞ്ചസ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്, നമ്മളത് പറഞ്ഞിട്ട് തന്നെയാണ്. പക്ഷേ ഈ വണ്ടിക്ക് ചേഞ്ചസോ കാര്യങ്ങളോ ഒന്നുമില്ല, ഓൾ ഒറിജിനലാണ് വരുന്നത്. അത് കമ്പനി സ്റ്റോക്കിൽ, അതായത് സ്റ്റോക്ക് കണ്ടീഷനായിട്ടുള്ള വണ്ടിയാണ്. അപ്പോൾ നമുക്ക് ഫുള്ള് വണ്ടിയുടെ വ്യൂവിലേക്ക് തന്നെ, അതായത് ഡീറ്റെയിൽസ് ആയിട്ടുള്ള എല്ലാം നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റും. അതായത് സ്കിപ്പ് ചെയ്യാതെ കാണുക. നല്ലൊരു ക്വാളിറ്റി ആയിട്ടുള്ള വാഹനമാണ്. അതും 8 സീറ്ററാണ്. ഒരു ഫാമിലിക്ക് മൊത്തം ആൾക്കാർക്ക് പോകാൻ വേണ്ടി ഒരുപാട് പേര് നമ്മളോട് ചോദിച്ചാൽ 8 സീറ്റർ വാഹനം ഉണ്ടാവുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും പോകാൻ വേണ്ടി നല്ലൊരു വണ്ടി നമ്മളെ സ്റ്റോക്കിലേക്ക് വന്നിട്ടുണ്ട്. അത് 8 സീറ്ററാണ്. നല്ല ക്വാളിറ്റി ആയിട്ടുള്ള വാഹനമാണ്. നിങ്ങൾ എന്താണ് വണ്ടി ഇത് കാണുന്നത്, അതായത് വീഡിയോയിൽ കാണുന്ന അതേ എക്സാക്റ്റ് കണ്ടീഷനാണ് ഇപ്പോൾ നിലവിലുള്ളത്. നല്ല ക്വാളിറ്റി ആയിട്ടുള്ള വാഹനം. അപ്പോൾ നമുക്ക് സ്റ്റാർട്ടിങ് ഫ്രണ്ടിൽ നിന്ന് തന്നെ തുടങ്ങാം. അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ കാണുക. അപ്പോൾ നമ്മൾ ഫ്രണ്ടിലേക്ക് നോക്കുന്ന സമയത്ത് നമ്മളെ ബോണറ്റ്, അതേപോലെ തന്നെ ഹെഡ്ലൈറ്റ് കാര്യങ്ങളൊക്കെ ഒറിജിനലാണ് വരുന്നത്. സ്റ്റോക്ക് കണ്ടീഷനാണ്. ഗ്ലാസ് കാര്യങ്ങളൊക്കെ ഒറിജിനലാണ്. അതിൻ്റെ കോഡ് കാര്യങ്ങളൊക്കെ അവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഈ സൈഡിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ബോഡി ലൈൻസ് വളരെ ഭംഗിയായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. അതേപോലെ തന്നെ എല്ലാ ഗ്ലാസും, അതായത് ഓരോ ഗ്ലാസ് നമുക്ക് എടുത്ത് കാണിക്കാൻ പറ്റും. എല്ലാ ഗ്ലാസും ഒറിജിനലാണ് വരുന്നത്. സൈഡിലെ മിററിന് ഡാമേജോ കാര്യങ്ങളോ ഒന്നുമില്ല, നീറ്റായിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. ജസ്റ്റ് നമുക്ക് ഡോറ് കാര്യങ്ങളൊന്ന് ഓപ്പൺ ആക്കി നോക്കാം. നിങ്ങൾക്ക് വണ്ടി എടുത്തു കഴിഞ്ഞാൽ ഒരു 100 രൂപ എക്സ്ട്രാ മുടക്കണം. അത്ര നീറ്റിൽ ഇരിക്കുന്നതെന്ന് പറഞ്ഞാൽ അത്ര ക്വാളിറ്റി ആയിട്ടുള്ള വാഹനമാണ് വരുന്നത്. അതിൻ്റെ പഞ്ചിങ്, അതായത് പേസ്റ്റിംഗ് ആയിട്ടുള്ള ഇത് വരുന്നത് നല്ല പെർഫെക്റ്റ് ആയിട്ടാണ്. സ്റ്റോക്ക് കണ്ടീഷൻ തന്നെ. പിന്നെ റബ്ബർ കാര്യങ്ങൾ നമുക്ക് ജസ്റ്റ് ഒന്ന് അഴിച്ചു നോക്കാൻ പറ്റും. യാതൊരു തരത്തിലുള്ള വർക്കോ കാര്യങ്ങളോ ഒന്നും എടുത്തില്ല. സ്റ്റോക്ക് കണ്ടീഷൻ എങ്ങനെയാണ് വരുന്നത് അതേപോലെ തന്നെ. പിന്നെ അതിൻ്റെ ട്രബേഴ്സ് ആണെങ്കിലും നല്ല ക്വാളിറ്റിയിൽ തന്നെ, അതായത് വെയിലോ കാര്യങ്ങളോ ഒന്നും അധികം കൊള്ളാത്ത ഒരു വണ്ടിയാണ്. എന്ന് വെച്ചാൽ ചെറിയ ലോ കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളൂ. എന്ന് വെച്ചാൽ ഹൈലൈറ്റ് ആയിട്ട് അതിൻ്റെ കിലോമീറ്റർ തന്നെ പറയും 80,000 കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ. ഇതൊക്കെ നല്ല ടൈറ്റിൽ തന്നെയാണ് ഇരിക്കുന്നത്, നല്ല ക്വാളിറ്റിയിൽ എല്ലാം. അതായത് ഓരോ സൈഡ് നമുക്ക് എടുത്ത് നോക്കിയാൽ അത്ര നീറ്റ് നമുക്ക് കാണാൻ സാധിക്കും. ഇതിൻ്റെ സീല കാര്യങ്ങളൊക്കെ പെർഫെക്റ്റ് ആണ് വരുന്നത്. ഇവിടെ ഒന്നും ഒരു ഡാമേജസോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ല. പിന്നെ അതേപോലെ തന്നെ ചൈൽഡ് ലോക്ക് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇനി സൈഡ് ഭാഗത്തേക്ക് വരുന്ന സമയത്ത് യാതൊരു തരത്തിലുള്ള വർക്കോ കാര്യങ്ങളോ ഒന്നും നിങ്ങൾക്ക് എടുക്കണം, അത്ര നീറ്റാണ്. ഒറിജിനൽ പെയിൻറ്റും കൂടെയാണ് വരുന്നത്. ഇനി ഈ സൈഡിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് അതിൻ്റെ ഗ്ലാസിൻ്റെ കോഡ്, അതേപോലെ തന്നെ അവരുടെ ഇന്നോവ ക്രിസ്റ്റയുടെ പഞ്ചിങ് കാര്യങ്ങളൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട്. പിന്നെ ഇത് 2.4 വി ഓപ്ഷനാണ്. അതായത് പുഷ് ബട്ടൺ സ്റ്റാർട്ടിങ്, സ്റ്റിയറിംഗ് കൺട്രോള്, ക്രൂയിസ് കൺട്രോള് കാര്യങ്ങളൊക്കെ വരുന്ന ഒരു ടോപ്പ് എൻഡ് വേരിയൻ്റ് ആണ് വരുന്നത്. ഇനി നമുക്ക് ജസ്റ്റ് ഡിക്കി ഒന്ന് ഓപ്പൺ ആക്കി നോക്കാം. ഡിക്കിക്ക് ഡാമേജസോ കാര്യങ്ങളോ ഒന്നുമില്ല. ഡിക്കിയുടെ പേസ്റ്റിങ്ങിലേക്ക് വരുമ്പോൾ പേസ്റ്റിങ് കാര്യങ്ങളൊക്കെ പെർഫെക്റ്റ് ആണ് വരുന്നത്. യാതൊരു തരത്തിലുള്ള ഡാമേജസോ കാര്യങ്ങളോ ഒന്നുമില്ല. വർക്കോ കാര്യങ്ങളോ ഒന്നും എടുത്തില്ല. ചെറിയ ചെറിയ ബുഷ് കാര്യങ്ങൾ പോലും ഇത്തേ തന്നെ വണ്ടിയിൽ തന്നെ ഉണ്ട്. അതായത് അയച്ചിട്ട് പിടിച്ചിട്ട് കാര്യങ്ങളോ ഒന്നുമില്ല. അതിൻ്റെ ലോക്ക് കാര്യങ്ങളൊക്കെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും. നല്ല ക്വാളിറ്റി തന്നെ അവർ മെയിൻറ്റെയിൻ ചെയ്തേക്കുന്ന വാഹനമാണിത്. ജസ്റ്റ് ഇതേപോലെ തന്നെ വാഹനം ഒന്ന് വെച്ച് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ഇത് ലോക്കായി പോകും. ചെറിയൊരു സൗണ്ട് കേൾക്കാൻ പറ്റും ആ ടൈമിൽ. ഇത് ലോക്കാണ്, ജസ്റ്റ് ഇനി ഓപ്പൺ ആക്കി വരില്ല, ലോക്കായിട്ടുണ്ട്. പിന്നെ ഇതേപോലെ ഈ സൈഡിലേക്ക് വരുമ്പം യാതൊരു തരത്തിലുള്ള സ്ക്രാച്ചോ ഡെൻറ്റോ, അതായത് ചെറിയ ചെറിയ മൈന്യൂട്ടായിട്ട് കുഴികളോ കാര്യങ്ങളോ ഒന്നുമില്ല. വളരെ നീറ്റായിട്ടാണ് ഇരിക്കുന്നത്. പിന്നെ എല്ലാ ഗ്ലാസും, അതായത് ഓരോ ഗ്ലാസ് നമുക്ക് എടുത്തു നോക്കാൻ പറ്റും. എല്ലാ ഗ്ലാസ് കാര്യങ്ങളൊക്കെ ഒറിജിനലാണ് വരുന്നത്. അത് ക്വാർട്ടർ ഗ്ലാസ് അടക്കം ഒറിജിനലാണ് വരുന്നത്. ഇനി അതേപോലെ തന്നെ ഡോർ ഭാഗത്തേക്ക് നോക്കുമ്പം അതിൻ്റെ ബോഡി ലൈൻസും അതേപോലെ തന്നെ അതിൻ്റെ സീല് കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. പേസ്റ്റിങ് കാര്യങ്ങളൊക്കെ പെർഫെക്റ്റ് ആണ് വരുന്നത്. പിന്നെ റബ്ബർ കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് അഴിച്ചു നോക്കാം. റബ്ബർ നല്ല ടൈറ്റിൽ തന്നെയാണ് ഇരിക്കുന്നത്. എന്ന് വെച്ചാൽ നമ്മൾ പിന്നെയും ഇത് ലോക്ക് ചെയ്താലും അതേപോലെ തന്നെ, അതായത് ഇത് അഴിച്ചിട്ടില്ല, അതുകൊണ്ടാണ് ഇത്രമാത്രം ടൈറ്റിൽ വാഹനം ഇരിക്കുന്നത്. ഇനി ഈ സൈഡിലേക്ക് വരുമ്പോഴും അതെ, റബ്ബർ കാര്യങ്ങളൊക്കെ പെർഫെക്റ്റ് ആണ് വരുന്നത്. യാതൊരു തരത്തിലുള്ള ആക്സിഡൻറ്റ് ഹിസ്റ്ററിയോ കാര്യങ്ങളോ ഒന്നുമില്ല. വളരെ നീറ്റായിട്ട് തന്നെയാണ് വാഹനം ഇതുവരെ ഓണർ കീപ്പ് ചെയ്തേക്കുന്നത്. അതും സിംഗിൾ ഓണർ വാഹനമാണ് വരുന്നത്. ഇനി ഇന്ത്യ ഭാഗത്തേക്ക് നോക്കുന്ന സമയത്ത് ഇന്ത്യ ഭാഗത്തേക്ക് നല്ല ഒരു നീറ്റ്നെസ് കാര്യങ്ങളൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട്. അതേപോലെ തന്നെ വാഹനം വരുന്നത് 8 സീറ്ററിലാണ് വരുന്നത്. 8 സീറ്ററിൽ ബ്ലാക്ക് ഇൻറ്റീരിയറിലാണ് ഉള്ളിൽ വരുന്നത്. അതേപോലെ തന്നെ നമുക്ക് കീലെസ് ആണ്, അതായത് പുഷ് ബട്ടൺ സ്റ്റാർട്ടിങ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതായത് റിവേഴ്സ് ക്യാമറ വരുന്നുണ്ട്, സ്റ്റിയറിംഗ് കൺട്രോൾ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. നല്ല ക്വാളിറ്റിയിൽ അവർ ഇന്ത്യയിലടക്കം മെയിൻറ്റെയിൻ ചെയ്തേക്കുന്ന നല്ലൊരു വാഹനമായിട്ട് നമുക്കിതിനെ വിലയിരുത്താൻ പറ്റും. നല്ല ക്വാളിറ്റി തന്നെ അവർ കീപ്പ് ചെയ്തിട്ടുണ്ട്. അതായത് സീറ്റോ കാര്യങ്ങളൊന്നും ഡാമേജോ കാര്യങ്ങളോ ഒന്നുമില്ല. വളരെ ഭംഗിയായിട്ട്
ഇത്രയും കാലം ഉപയോഗിച്ചത് നല്ല നീറ്റ്നെസ്സോട് കൂടിയാണ് ഉപയോഗിച്ചേക്കുന്നത്. ഇനി നമുക്ക് മെയിനായിട്ട് വരുന്ന ഭാഗം എന്ന് പറഞ്ഞാൽ എൻജിൻ റൂമാണ്. ജസ്റ്റ് അതൊന്നുകൂടെ ഓപ്പൺ ആക്കി നോക്കാം. ബോണറ്റിലേക്ക് വരുന്ന സമയത്ത് യാതൊരു തരത്തിലുള്ള വർക്കോ കാര്യങ്ങളോ ഒന്നും എടുത്തിട്ടില്ല. അതിൻ്റെ ബോണറ്റ് നമുക്ക് അതേപോലെ കാണാം. അതിൻ്റെ സീല കാര്യങ്ങളൊക്കെ പെർഫെക്റ്റ് ആണ്. അതിൻ്റെ സ്റ്റിക്കേഴ്സ് കാര്യങ്ങളൊക്കെ അവിടെ വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിൽ ഇതിലേക്ക് വരുന്ന സമയത്ത് അതിൻ്റെ ബട്ടൺസ് കാര്യങ്ങളോ ഒന്നും റിമൂവോ കാര്യങ്ങളോ ഒന്നും ചെയ്തിട്ടില്ല. ഇനി സൈഡിൽ അപ്രോണിലേക്ക് വരുമ്പോൾ അതൊക്കെ പെർഫെക്റ്റ് ആണ് വരുന്നത്. പിന്നെ ബാറ്ററി കാര്യങ്ങളൊക്കെ പെർഫെക്റ്റ് ആണ്, കണ്ടീഷനിലാണ് ഇരിക്കുന്നത്. ഇനി പട്ടി കാര്യങ്ങളിലൊക്കെ വരുമ്പോൾ അതിൻ്റെ ജസ്റ്റ് കോഡ് കാര്യങ്ങളൊക്കെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഇൻറ്റീരിയറിലും എക്സ്റ്റീരിയറിലും എൻജിൻ റൂമും എല്ലാം ക്ലീൻ ആയിട്ടാണ്. അതായത് വണ്ടി വളരെയധികം ശ്രദ്ധയോട് കൈകാര്യം ചെയ്തേക്കുന്ന ഒരു വ്യക്തിയാണ്. അതായത് നല്ലൊരു മനുഷ്യനാണ് ആ ഓണർ. അതായത് നമുക്ക് അവരുടെ സംസാരത്തെ കാര്യങ്ങളൊക്കെ സംസാരിച്ച് കഴിഞ്ഞപ്പോൾ നമുക്ക് കിട്ടിയതാണ്. നല്ല ക്വാളിറ്റി തന്നെ വണ്ടി കീപ്പ് ചെയ്തിട്ടുണ്ട്. ഇത്ര കാലം അവർ ഉപയോഗിച്ചത് ഒരു ഡാമേജസോ കാര്യങ്ങളോ ഒന്നുമില്ലാതെ സൂക്ഷ്മതയോടെയാണ് വണ്ടി ഉപയോഗിച്ചേക്കുന്നത്. ഇനി ഇതിൻ്റെ ഡീറ്റെയിൽസ് ഒന്നും കൂടെ പറയുകയാണ്. ഇത് 2016 മോഡലാണ്. 8 സീറ്ററാണ്. അതായത് 8 പേർക്ക് യാത്ര ചെയ്യാൻ പറ്റുന്ന നല്ലൊരു വാഹനം. 7 സീറ്ററാണ് വരുന്നത്. കിലോമീറ്റർ ജസ്റ്റ് ഓടിയേക്കുന്നത് പറഞ്ഞാൽ 80,000 കിലോമീറ്റർ വിത്ത് സർവീസ് റെക്കോർഡ് കൂടിയാണ്. പിന്നെ വണ്ടിക്ക് ഒരു തരത്തിലുള്ള റീപ്ലേസ്മെൻറ്റ് കാര്യങ്ങളോ ഒന്നുമില്ല. ഇൻക്ലൂഡ് ഫ്രണ്ട് ഗ്ലാസ് അടക്കം ഒറിജിനലാണ് വരുന്നത്. അതായത് കോഡ് കാര്യങ്ങളൊക്കെ ടൊയോറ്റയിൽ നിന്നുള്ളത് അവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. എല്ലാം നമ്മൾ പ്രോപ്പറായിട്ട് ചെക്ക് ചെയ്താണ്. ഈ വണ്ടിയുടെ എൻജിൻ സ്കാനിങ് കാര്യങ്ങളൊക്കെ റിപ്പോർട്ട് കാര്യങ്ങളൊക്കെ നമ്മൾ എടുത്തതാണ്. അത്രയും ക്വാളിറ്റി ഉള്ള ഒരു വാഹനമാണ്. ഇതിൻ്റെ പ്രൈസും കൂടെ ഹൈലൈറ്റ് ആണ്. നിങ്ങൾക്ക് ഈ വാഹനം നമുക്ക് തരാൻ പറ്റുന്നത് വെറും 12,65,000 രൂപ വിത്ത് NOCയിൽ ഡൽഹിയിൽ നിന്ന് നിങ്ങൾക്ക് ഈ വാഹനം സ്വന്തമാക്കാം. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ നമ്മളെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിച്ച് കോൺടാക്ട് ചെയ്യാം. നല്ലൊരു വാഹനം നിങ്ങൾക്ക് സ്വന്തമാക്കാം. അപ്പം ഇതുവരെ നമ്മൾ വാട്സപ്പ് കമ്മ്യൂണിറ്റി നിങ്ങൾ ജോയിൻ ആയിട്ടില്ലെങ്കിൽ നമ്മൾ കമൻറ്റ് ബോക്സിൽ ജസ്റ്റ് ഒന്ന് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം അതിലൊന്ന് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഇതേപോലെ പുതിയ വണ്ടികൾ വരുമ്പോൾ അതിൻ്റെ അപ്ഡേറ്റ് നിങ്ങൾക്ക് ഫസ്റ്റ് കിട്ടുന്നതാണ്. നിങ്ങൾക്ക് ഈ ഒരു വാഹനം മേടിക്കാൻ പറ്റില്ല. ഇതേപോലത്തുള്ള സെയിം ക്വാളിറ്റിയുള്ള വാഹനങ്ങൾ പിന്നെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതാണ്. കുറച്ച് ടൈം എടുക്കുമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ സ്റ്റേ ട്യൂണായിട്ട് നമ്മൾ വാട്സപ്പ് കമ്മ്യൂണിറ്റിയിൽ തന്നെ നിന്നോ. പിന്നെ അതേപോലെ തന്നെ ചാനലിൽ വീഡിയോ മുഴുവനായിട്ട് കാണാൻ വേണ്ടി നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. വേറൊരു വ്യക്തിക്ക്, അതായത് ഫ്രണ്ട്സിനോ റിലേറ്റീവിനോ നിങ്ങൾക്ക് വണ്ടി മേടിക്കുന്നവർക്ക് ആഗ്രഹമുണ്ട്, അവർക്ക് ജസ്റ്റ് ഒന്ന് അയച്ചു കൊടുക്കുക. അപ്പം ഇതേപോലത്തുള്ള വീഡിയോസ് ഉടനെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.